ഫോട്ടോ ജേർണലിസത്തിന് ജീവനും ജീവിതവും നൽകിയവർ. ദൃശ്യഭാഷ, ഡ്രോൺ ചിത്രങ്ങൾ മുതൽ അജ്ഞാത കലാകാരൻ വരെ. മനുഷ്യത്വത്തിൻ്റെ അസ്ഥികൂടം. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. ഫോട്ടോ ജേർണലിസത്തിന് ജീവനും ജീവിതവും നൽകിയവർ. 2 ഫോട്ടോ ജേർണലിസ്റ്റുകൾ കഴിഞ്ഞയാഴ്ച 3 ദിവസത്തെ ഇടവേളയിൽ വിട പറഞ്ഞവർ. ഒന്ന് അമാൽ ഖലീൽ, മറ്റേത് രഘു റായ്. ഇന്ത്യയുടെ അഭിമാനമായിരുന്ന രഘു റായ് 83-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു ഏപ്രിൽ 26-ന്. 4 നാൾ മുൻപ് ഏപ്രിൽ 22-ന് അമാൽ ഖലീൽ എന്ന ലബനീസ് ഫോട്ടോ ജേർണലിസ്റ്റ് കൊല്ലപ്പെടുകയായിരുന്നു. ജേർണലിസ്റ്റുകളെ കൊന്നുകളയുന്ന ഇസ്രായേലി നയത്തിൻ്റെ മറ്റൊരു ഇര. തെക്കൻ ലെബനാൻ സ്വദേശി 42 വയസ്സ്, അൽ അഖ്ബാർ പത്രത്തിൻ്റെ റിപ്പോർട്ടർ. വെടിനിർത്തൽ ലംഘനം തുടരുന്ന ഇസ്രായേലി ആക്രമണങ്ങളെപ്പറ്റി വാർത്ത ചെയ്യുകയായിരുന്നു അവർ. അൽ തീരി ഗ്രാമത്തിലെ ആക്രമണത്തെപ്പറ്റി കേട്ട് അങ്ങോട്ട് കാറിൽ പോകവേ ഇസ്രായേൽ അവരെ ഉന്നമിട്ട് കൊന്നു. അമാലിൻ്റെ ഫോണിലേക്ക് ഇസ്രായേലി സേന ഭീഷണി സന്ദേശം അയക്കാറുണ്ടായിരുന്നു. തമാശയല്ല എന്നറിഞ്ഞിട്ടും അവർ പതറിയില്ല. ഒടുവിൽ മൊസാദിൻ്റെ മുന്നറിയിപ്പ് വന്നു, അടങ്ങിയിരുന്നോളണം, ഇല്ലെങ്കിൽ കഴുത്തിൽ തല കാണില്ല. അവർ അടങ്ങിയില്ല. لقيت استهداف مباشر على هاتفي من الموساد من الإسرائيلية وهددوني بالقتل وكان يعني حرفيا عم بيقول إنه سنفصل رأسك عن كتفيك إذا ما فليتي. കൊല്ലപ്പെടുന്നതിന് മുൻപ് അമാൽ ഇത് വെളിപ്പെടുത്തിയിരുന്നു. ഭീഷണിക്ക് വഴങ്ങുന്ന പ്രശ്നമില്ല എന്നും. ഏപ്രിൽ 22-ന് സംഭവിച്ചത് എന്ത് എന്ന് അൽ ജസീറ വിശദീകരിച്ചിട്ടുണ്ട്. അൽ അഖ്ബാർ ശേഖരിച്ചതാണ് ഈ ദൃശ്യങ്ങൾ. അമാലും സഹപ്രവർത്തക സൈനബ് ഫറാജും തെക്കൻ ലെബനാനിലേക്ക് സഞ്ചരിക്കുമ്പോൾ മുന്നിലുള്ള കാറിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. അതിലുള്ള 2 പേർ കൊല്ലപ്പെട്ടു. ഉച്ചയ്ക്ക് 2:45 മുറിവേറ്റ അമാലും സൈനബും അടുത്തുള്ള കെട്ടിടത്തിലേക്ക് ചെന്ന് ഷട്ടർ പൊക്കി അകത്ത് കടന്നു. അവർ 2 പേരും ഇസ്രായേൽ തങ്ങളെ ലക്ഷ്യമിടുന്നു എന്നറിഞ്ഞ് 1-2 മണിക്കൂർ അവിടെ ഇരുന്നു. പത്രസ്ഥാപനവുമായി ബന്ധപ്പെട്ടു, റെഡ് ക്രോസിനെ അറിയിച്ചു. 4:30 മണിയോടെ ഇസ്രായേൽ ആ കെട്ടിടത്തിനും ബോംബിട്ടു. കെട്ടിടം തകർന്നു. അവരുമായുള്ള ഫോൺ ബന്ധം മുറിഞ്ഞു. അവരെ രക്ഷിക്കാൻ ശ്രമിച്ച റെഡ് ക്രോസ് പ്രവർത്തകരെ ഇസ്രായേൽ സേന തടഞ്ഞു, വെടിവെച്ച് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ ഏറെ ശ്രമങ്ങൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. പുറത്തേക്ക് തെറിച്ചു വീണിരുന്ന സൈനബിനെ രക്ഷപ്പെടുത്തി. അമാലിനെ തിരയുമ്പോഴേക്കും ഇസ്രായേൽ സേന വീണ്ടും വെടിവെപ്പ് തുടർന്നു. അമാലിനെ ജീവനോടെ രക്ഷപ്പെടുത്തരുത് എന്ന വാശിയായിരുന്നു സേനക്ക്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആംബുലൻസിനെ ചെല്ലാൻ അനുവദിച്ചത്. അമാൽ മരിച്ചു കഴിഞ്ഞിരുന്നു. സൈനബിനെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ സൈനബ് ആ ഭീകര നിമിഷങ്ങൾ വിവരിച്ചു. മുറിവേറ്റ 2 പേരും കെട്ടിടത്തിലേക്ക് ഇഴഞ്ഞു ചെന്നു. അമാൽ ചോര വാർന്ന് അവശയായിരുന്നു. കെട്ടിടത്തിലെ കുളിമുറിയിൽ ഒരു വിധമെത്തി. പുറത്ത് മിസൈലുകൾ കാത്തിരിക്കുന്നു. زحفت أمال فتت وراها ضلينا فايتين شكل إينا حمام آخر شي قعدنا هونيك. كانت أمال كتير تعبانة، كانت عم تنزف. قربت لحدي عبطتني قالت لي ما تتركيني. آخر شي قلت لها لا أمال أنا نعست بدي نام. ഒരു മിസൈൽ ചീറി വരുന്നത് കണ്ട ഓർമ്മയുണ്ട് സൈനബിന്. പുറത്തേക്ക് തെറിച്ചത് കൊണ്ട് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. അമാലിൻ്റെ മൃതദേഹം കിട്ടിയത് മണിക്കൂറുകളെടുത്ത് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയ ശേഷമാണ്. രക്തസാക്ഷിത്വം പ്രതീക്ഷിച്ചിരുന്നു അമാൽ. കുറച്ചു വർഷങ്ങളായി ഇസ്രായേൽ വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ തെക്കൻ ലെബനാനിൽ ഇസ്രായേലി അധിനിവേശത്തിൽ ജനിച്ച അവർക്ക് ജേർണലിസം സ്വാതന്ത്ര്യ സമരം കൂടിയായിരുന്നു. അതുതന്നെയാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. ഇസ്രായേൽ കൊന്നു എന്ന് കരുതിയ സന്ദർഭമുണ്ടായി. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. പിന്നെയും വന്നു ഭീഷണികൾ. അമാൽ പിന്മാറിയില്ല. 2024-ൽ തനിക്ക് നേരെ വന്ന ഡ്രോൺ മിസൈലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ അവർ ചെയ്തത് ഫോണിലൂടെ വിളിച്ച് അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കുകയാണ്. بس أخذت ثواني القصة معي إنه أنا لوين راكدة وشلت تليفوني ودغري بعت فويس أنا عم بركض
بعثت فويس وقلت لهم للجروب الخبر العاجل بالأخبار إنه ضربونا كذا كذا، بسرعة طلعوا خبر عاجل، ولكن كانت هيدي ردة فعلي الأولية، فعلا كنت اختبرت فيها نفسي. റിപ്പോർട്ടിങ്ങിനിടെ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ പരിക്കേറ്റ മൃഗങ്ങളെ രക്ഷിക്കുന്ന ശീലം അമാലിനുണ്ടായിരുന്നു. അങ്ങനെ രക്ഷിച്ച അനേകം പൂച്ചകൾ അവരുടെ വീട്ടിലുണ്ട്. നാട്ടിനോടും നാട്ടുകാരോടുമുള്ള അദമ്യമായ കൂറ് അവരെ ധീരയാക്കി. ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഇസ്രായേൽ ആക്രമണം തുടർന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവർ കൊല്ലപ്പെടുന്നത്. അൽ അഖ്ബാർ ചാനലിൽ അഹ്ലൽ അർദ് എന്ന പരിപാടിയും ചെയ്തിരുന്നു. അഭയമറ്റവർക്കായി സേവനം ചെയ്യുന്ന സാമിദൂൻ എന്ന സന്നദ്ധ സംഘത്തിലും സജീവമായിരുന്ന അമാൽ പ്രധാനമായും വീഡിയോ റിപ്പോർട്ടുകളിലൂടെ നാട്ടിൻ്റെ അവസ്ഥ ലോകത്തെ അറിയിച്ചു. ഫലസ്തീനിലെ ഷിരീൻ അബു ആക്ലയെ പോലെ അമാൽ ഖലീലും മാധ്യമ പ്രവർത്തനത്തിന് സ്വയം സമർപ്പിച്ചു. നിർഭയ ജേർണലിസത്തിൻ്റെ മാതൃകയായി. ഇസ്രായേൽ ഗസയിൽ കൊല ചെയ്ത മാധ്യമപ്രവർത്തകർ 250-ലേറെ വരും. ഇപ്പോൾ ലെബനാനിലും. ഇതാ ലെബനീസ് ജേർണലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ഈ 8 പേരും ഇസ്രായേലിന് ഇരയായി കൊല്ലപ്പെട്ടവരാണ്. കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ ഇതിലുമേറെ വരും. ഇസ്രായേൽ ഭയക്കുന്നു വാർത്തകളെ, ദൃശ്യങ്ങളെ, ഫോട്ടോ ജേർണലിസ്റ്റുകളെ, സത്യത്തെ. പക്ഷേ അമാൽ ഖലീൽ പകർത്തിയ ദൃശ്യങ്ങൾ ഇസ്രായേലിനെതിരായ കുറ്റാരോപണങ്ങൾ കൂടിയാണ്. സമർപ്പണ ബോധമുള്ള ഫോട്ടോ ജേർണലിസ്റ്റും മനുഷ്യത്വമുള്ള വ്യക്തിയുമായിരുന്നു അമാൽ. ഈ 2 ഗുണങ്ങളും തികവോടെ പ്രകടിപ്പിച്ച മറ്റൊരാളാണ് രഘു റായ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫോട്ടോ ജേർണലിസ്റ്റുകളിൽ ഒരാളായ രഘു റായ് 83-ാം വയസ്സിലാണ് അന്തരിച്ചത്. ഫോട്ടോഗ്രഫിയിൽ ക്യാമറയുടെ സാങ്കേതിക ജാലവിദ്യകളൊന്നും ഇല്ലാതിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ രഘു റായ് തൻ്റെ മാസ്മരിക പ്രതിഭ കൊണ്ട് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചു. അപൂർവവും എന്നാൽ മനുഷ്യാവസ്ഥയുടെ സാധാരണ ഭാവങ്ങളുടേതുമായ അനേകം ചിത്രങ്ങൾ സ്വന്തം ക്യാമറ കൊണ്ട് ചരിത്രരേഖകളാക്കി മാറ്റി രഘു റായ് എന്ന ലോകോത്തര പ്രതിഭ. ലോകോത്തര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ഇന്ത്യ ടുഡേ, ദ സ്റ്റേറ്റ്സ്മൻ, ലണ്ടൻ ടൈംസ് തുടങ്ങി അനേകം മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു. ലോക പ്രശസ്ത ഫോട്ടോഗ്രഫി കൂട്ടായ്മയായ മാഗ്നം ഫോട്ടോസിൻ്റെ ഭാഗമായി. സാധാരണക്കാരുടെ ജീവിതം ആ ക്യാമറയ്ക്ക് സ്ഥിരം കാഴ്ചയായി. ഒപ്പം പ്രശസ്തരുടെ അപൂർവ നിമിഷങ്ങളും. മദർ തെരേസ, മഹാഭാരതം സീരിയൽ കാണുന്ന ദലായ് ലാമ, കാർട്ടൂണിസ്റ്റും രാഷ്ട്രീയക്കാരനുമൊക്കെയായ ബാൽ ഠാക്കറെ, സംഗീത മാന്ത്രികൻ പണ്ഡിറ്റ് ഭീംസെൻ ജോഷി, സത്യജിത് റേ തുടങ്ങി അനേകം വ്യക്തികൾ. രഘു റായ് വ്യക്തികളിലെയും സംഭവങ്ങളിലെയും പ്രത്യേകതകൾ കണ്ടെടുത്തു. ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ചെയ്തവർ ഇന്ദിരാഗാന്ധിയെ പോലെ ധാരാളമുണ്ട്. ചരിത്ര ബിന്ദുക്കൾ ക്യാമറ കൊണ്ട് ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. സാധാരണ കാര്യങ്ങളിലെ അസാധാരണത്വം, അസാധാരണ കാര്യങ്ങളിലെ സാധാരണത്വം. താജ്മഹലിൻ്റെ ചിത്രം എല്ലാവരും എടുക്കും, പക്ഷേ രഘു റായ് എടുത്തത് മറ്റൊന്ന്. താജ്മഹൽ പശ്ചാത്തലമാക്കി അയൽ വീട്ടിലെ ഒരു രംഗം. ഒരു യാചകനും മനോനില തെറ്റിയ യുവതിയും സമൂഹം ശത്രുക്കളാക്കി വെച്ച 2 വ്യത്യസ്ത സമുദായക്കാരുടെ ചങ്ങാത്തം. കൈമാറ്റം തലമുറകളിലൂടെ എന്നാവാം ഇതിൻ്റെ ക്യാപ്ഷൻ. വെറും ആനക്കടത്തല്ല. 1982-ലെ ഡൽഹി ഏഷ്യൻ ഗെയിംസിന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ഇന്ത്യയുടെ വികസനവും പാരമ്പര്യവും ഒരൊറ്റ ഫ്രെയിമിൽ ആവാഹിച്ചിരിക്കുന്നു രഘു റായ്. ജീവിത സമരം, ആത്മീയ ശാന്തി. മുംബൈ റെയിൽവേ സ്റ്റേഷനിലെ പതിവ് കാഴ്ച, തിരക്കും തിരക്കില്ലായ്മയും. 1984-ലെ ഡൽഹി കലാപത്തിൻ്റെ ഇരകൾ. യാതന അനുഭവിക്കുന്നവരോടുള്ള അനുതാപം രഘു റായിയുടെ ചിത്രങ്ങളിൽ പ്രകടമാണ്. ബംഗ്ലാദേശ് വിമോചനം അദ്ദേഹം നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്തു. മാനവികതയിലൂന്നിയ ലോകവീക്ഷണം, ആർദ്രമായ മനസ്സ്. ബംഗ്ലാദേശിൽ നിന്നുള്ള പലായനം പഴയ വിഭജനത്തെ ഓർമ്മിപ്പിച്ചു. ബംഗ്ലാദേശിൻ്റെ പിറവിയുടെ ദിക്സാക്ഷിയായിക്കൊണ്ട് അദ്ദേഹം ഒടുക്കമില്ലാത്ത ദുരിതങ്ങൾ ക്യാമറയിൽ പകർത്തി. അന്ന് താൻ അനുഭവിച്ച മഹാദുഃഖം ഒരഭിമുഖത്തിൽ അദ്ദേഹം വിവരിച്ചു. ലക്ഷങ്ങളുടെ വേദന കണ്ണുകളിൽ ആവാഹിച്ച ഒരു മുത്തശ്ശിയെ ക്യാമറയിൽ പകർത്തി. ദീനമായ ആ കണ്ണുകളിൽ സങ്കടമത്രയും നിറച്ച് അവർ ഇരിക്കുന്നു. രഘു റായ് ഒന്നും പറയാനാകാതെ ഫോട്ടോ എടുത്തു. ആ വൃദ്ധ തലചരിച്ച് ഒന്ന് ഉയർത്തി, മഹാദുരിതത്തിൻ്റെ ശില്പം പോലെ.
I remember one old woman, she was sitting near the pipes and I could see so much suffering, pain in her eyes. So I sat down next to her. Of course, I couldn't speak Bangla. So I sat down and gradually I took out my camera. We didn't talk to each other. And then I took some pictures, close-ups, because her face was so intense and so much suffering in her eyes. And I clicked a few pictures and then she started crying. Not crying, but without any sound or voice, the tears were rolling down. And she went on and on without saying anything. I didn't ask anything. She didn't tell me anything, but the tears were rolling down. And when she picked up her head like this, she was like a sculpture of suffering. ഈ ചിത്രങ്ങളൊന്നും വെറുതെയാകില്ല, രഘുറായ് പറയുന്നു. വരുന്ന തലമുറ നമ്മുടെ അതിക്രമങ്ങളെ ചോദ്യം ചെയ്യും. അന്ന് ഞാനെടുത്ത ആ ചിത്രത്തിലെ കണ്ണീർ നിറച്ച കുട്ടിയെ ചൂണ്ടി എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, പപ്പ, ഇവൻ എന്തിനാണ് കരയുന്നത്? And then my child comes and picks up this picture of this child crying. And he says, Papa, why is he crying? Why is he crying? I mean, there was so much suffering in that picture. So, then I narrated that story about old woman and this child whose eyes held a flood of tears. And only the other day my son asked me why. Because generations will question you. ആ മനുഷ്യർ നടക്കുക തന്നെയായിരുന്നു. അറ്റമില്ലാത്ത വരി, അറ്റം കാണാത്ത വഴി. മഴയത്ത് വൃദ്ധരും കുട്ടികളും രോഗികളും മിക്കവരും നടക്കുക തന്നെയായിരുന്നു. അവരുടെ വേദന മനസ്സുകൊണ്ട് അനുഭവിച്ചുകൊണ്ടാണ് രഘുറായ് ക്യാമറ തുറന്നത്. Influx was unbelievable. It was continuous stream of people. But what was very sad was that it was pouring and pouring and pouring. And they were all drenched, all wet, and they were walking. Mostly they were on their feet. And very few people had a bullock cart or something like that, which appeared once in a girl. So there was a kind of a silence. Nobody was talking to anybody. And everybody was just walking and walking. തലച്ചോർ കൊട്ടിയടച്ച് ഹൃദയം കൊണ്ട് വേണം പടങ്ങൾ ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ രഘുറായിയുടെ എണ്ണം പറഞ്ഞ ചിത്രങ്ങളിലൊന്നാണല്ലോ ഇത്. 1984 ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് ചോർന്ന വിഷമേറ്റ് മരിച്ച ആയിരങ്ങളിലൊന്ന്. രഘുറായ് ഫൗണ്ടേഷൻ്റെ വെബ് പേജിൽ അദ്ദേഹം എടുത്ത നടുക്കുന്ന ചിത്രങ്ങൾ കാണാം. പക്ഷേ ചിത്രങ്ങൾ എടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ബഹുരാഷ്ട്ര കുത്തകയുടെ കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ അദ്ദേഹം ചിത്രങ്ങളാക്കി ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിന് സമർപ്പിച്ചു. ശക്തന്മാരുടെ കുറ്റകൃത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. യൂണിയൻ കാർബൈഡ് കമ്പനി ഉത്തരവാദിത്തമൊഴിഞ്ഞ മട്ടിൽ നിന്നു. അധികൃതരും മാധ്യമങ്ങളും ഏറെക്കുറെ വിഷയം മറന്നു തുടങ്ങി. ഇരകൾ ദുരിതത്തിന് ശമനമില്ലാതെ നരകിച്ചു. പക്ഷേ രഘുറായ് 2002 ഭോപ്പാലിൽ തിരിച്ചു ചെന്ന് ഇരകളുടെ ദുരവസ്ഥ പകർത്തി വാർത്തയാക്കി. ആ ചിത്രങ്ങൾ പുസ്തകമാക്കി. ഇന്ത്യയെ കാണാൻ ഇന്ത്യക്കാരെ പഠിപ്പിച്ചു ആ ക്യാമറ. പുരുഷ കേസരികളെല്ലാം ഇന്ദിരാഗാന്ധിക്ക് മുൻപിൽ ഭവ്യതയോടെ നിൽക്കുന്ന ഈ ചിത്രം ഒരു കാലഘട്ടത്തിൻ്റെ വിളംബരമായിരുന്നു. കലാരംഗത്തെ മഹാപ്രതിഭകളെ ആ ക്യാമറ കണ്ടു. ഒപ്പം കോർപ്പറേറ്റ് കുറ്റകൃത്യങ്ങളും ഭരണകൂടത്തിൻ്റെ കൃത്യവിലോപങ്ങളും. ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവുകൾ രഘുറായിലെ ആക്ടിവിസ്റ്റിനെ രോഷം കൊള്ളിച്ചു. ലിഞ്ചിങ്ങിനെതിരെ രംഗത്തിറങ്ങി. 2017 ജുനൈദ് ഖാൻ എന്ന യുവാവിനെ ഗോരക്ഷാഗുണ്ടകൾ ട്രെയിനിൽ കുത്തിക്കൊന്നു. രഘുറായ് ആ കുടുംബത്തെ സന്ദർശിച്ചു. ഡൽഹിയിൽ പ്രതിഷേധം നടന്നപ്പോൾ അദ്ദേഹം പങ്കെടുത്തു. നോട്ട് ഇൻ മൈ നെയിം, എൻ്റെ പേരിൽ ഇത് വേണ്ട എന്ന തലക്കെട്ടിലായിരുന്നു സമരം. രഘുറായിയോട് ന്യൂസ് ലോണ്ടറി പ്രതിനിധി ചോദിച്ചു, താങ്കൾ പങ്കെടുക്കാൻ കാരണം? മറുപടി, എൻ്റെ പേരിൽ ഇത് വേണ്ട എന്ന് തന്നെ. Not in my name. Abort. Raghu,
Why are you here? Why am I here? I mean, not in my name. That's the point. Because I love my country, but maybe not as much as Arnav loves. But I love my country from my heart. And any countryman getting killed for no fault of his is a tragedy for me. പശുവിൻ്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്ന ഗുണ്ടകളെ നിലക്ക് നിർത്തണം. പ്രധാനമന്ത്രി വല്ലപ്പോഴുമൊക്കെ ഇതെല്ലാം ഒന്ന് അന്വേഷിക്കണം, രഘുറായ് പറഞ്ഞു. Even the Prime Minister should come down once in a while and see what is happening. It will help him and his country that he says he loves very much. But please don't forget that regimes will come and regimes will go. രഘുറായ് ക്യാമറ കൊണ്ട് ഹൃദയങ്ങൾ തൊട്ടു, മനുഷ്യരെ കണ്ടു. അമാൽ ഖലീൽ എന്ന ലബനാൻകാരി ക്യാമറയെ ആയുധമാക്കി രക്തസാക്ഷിയായി. 2 ദേശങ്ങൾ, 2 ഫോട്ടോ ജേർണലിസ്റ്റുകൾ. പത്രപ്രവർത്തനം അവർക്ക് ജീവിതം തന്നെയായിരുന്നു.